കോൺഗ്രസ് നേതാക്കന്മാർക്ക് ഒരു പഞ്ഞുമുള്ള പാർട്ടിയല്ല നമുക്കറിയാം. അതുകൊണ്ടാണല്ലോ ഈ ജംബോ കമ്മിറ്റിയൊക്കെ വേണ്ടി വരുന്നത്, അപ്പോഴും തീരുമാനമാകാതിരിക്കുന്നത്. ആ ഒരു സമയത്ത് ഈ മറ്റു പാർട്ടികളിൽ നിന്നൊക്കെ ആൾക്കാരെ എടുത്തു ചേർത്തുകൊണ്ടിരുന്ന കോൺഗ്രസിൻ്റെ ഒരു അവസ്ഥ എന്തായിട്ട് തീരും? കോൺഗ്രസിൻ്റെ അവസ്ഥ വളരെ കൃത്യമായിട്ട് വിളിച്ചോതുന്നതാണ് ഇപ്പോൾ അവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ പറയുന്നത് പോലെ, അല്ലെങ്കിൽ മാധ്യമങ്ങൾ ഉയർത്തി കാണിക്കുന്നത് പോലെയും സതീശൻ പറയുന്നത് പോലെ ഒന്നുമില്ല കോൺഗ്രസ്. അതായത് അടുത്ത പ്രാവശ്യം അധികാരത്തിൽ വരുമോ എന്ന് മറ്റു പാർട്ടിക്കാരാണ് കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്ന് ഇപ്പോൾ വിചാരിക്കുന്നത്. സത്യം, ഞാൻ തമാശ പറഞ്ഞല്ലേ, എനിക്കെങ്ങനെ തോന്നുന്നു, അവർക്ക് അതിനകത്ത് ആശങ്കയുണ്ട്. അവർക്ക് അധികാരത്തിൽ വരുമോ എന്നുള്ള കാര്യത്തിൽ ആശങ്കയുണ്ട്. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ നേരത്തെ ഇല്ല, അൻവറിൻ്റെ അവിടെ ജയിച്ചപ്പം ഈ ജയം പരിശോധിക്കണം എന്ന് പറഞ്ഞ വി.ഡി. സതീശൻ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴും അതേ മാനസികാവസ്ഥയിൽ തന്നെ ഈ ജയം പരിശോധിക്കണം. അപ്പൊ ഈ ജയം പരിശോധിക്കണമെന്ന് എങ്ങനെ ജയിച്ചു സാധാരണ തോൽവിയല്ലേ സാറേ പരിശോധിക്കുന്നത്. അത് അൻവർ അവിടെ ജയിച്ചു കഴിഞ്ഞപ്പോഴും വി.ഡി. സതീശൻ പറഞ്ഞു ഈ ജയം പരിശോധിക്കുന്നത് എങ്ങനെ ജയിക്കുന്നു. അതിനുശേഷം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും വന്നപ്പോഴും ഞെട്ടിയിരിക്കുക, ഇത് ഈ ജയവും പരിശോധിക്കണം. അപ്പോൾ ഈ ജയം ഇനിയും പരിശോധിക്കേണ്ട, ഇതുപോലെ അങ്ങ് ജയിച്ചോളൂ എന്നാണ് വിചാരിക്കുക. എന്നാലും ആശങ്ക എങ്ങനെ ജയിക്കും. കാരണം അതുകൊണ്ടല്ലേ ഞാൻ ഇന്ന് നമ്മൾ ആ കാര്യത്തിലേ നമ്മൾ ചില ആൾക്കാർ വന്നു ഇയാൾ കമ്മ്യൂണിസ്റ്റാണ്, അല്ലെങ്കിൽ ഇയാൾക്ക് പിണറായിയോട് താല്പര്യമാണ്. ഞാൻ ചോദിച്ചിട്ട് ഇന്ന് ഗോവിന്ദൻ പറഞ്ഞിട്ട് ഏത് ശശി പോയാലും ഞങ്ങൾക്ക് ഒന്ന് ആലോചിച്ച് നോക്കി, ഏത് ശശി പോയാലും ഞങ്ങൾക്ക് എന്ത് പോന്നവരൊക്കെ പോട്ടെന്ന്. പാലക്കാട് ശശിയായിരുന്നു അവസാനത്തെ പാലക്കാട് ശശിക്ക് ഇപ്പോഴും നിന്നാൽ ജനസമ്മതി ഉണ്ട്. നമ്മൾ എത്ര പറയുമ്പോൾ അന്നേരം പറയും ഏത് ശശി പോയാലും പോട്ടെന്ന്. അപ്പം ഈ ശശി ഒന്ന് പോവാൻ താല്പര്യപ്പെട്ടിരിക്കുന്നവനെ നീ പോടാന്നുള്ള രീതിയിലല്ലേ അന്നേരം നിന്നെ അവൻ എവിടാ പോന്നേ. അതുപോലെ തന്നെ ഈ മലമ്പുഴയിൽ പാർട്ടിക്ക് സ്ഥാനാർത്ഥി ഉണ്ടാകത്തില്ലേ, വി.എസ്. അച്യുതാനന്ദൻ്റെ പേഴ്സണൽ സെക്രട്ടറി ആയിട്ട്. അപ്പോൾ വി.എസ്. അച്യുതാനന്ദൻ്റെ പേഴ്സണൽ സെക്രട്ടറി കൊള്ളാം അല്ലേ, ഇവിടെ പാർട്ടിക്കകത്ത് ആൾക്കാരൊന്നും ഇല്ലയോ എന്നാലോചിച്ചു അല്ലേ. ഈ പാർട്ടിക്ക് വേണ്ടി പണിയെടുക്കാനും ഒരു പ്രതീക്ഷയില്ലാത്ത സമയത്ത് പോലീസുകാരൻ്റെ കയ്യിൽ നിന്ന് അടികൊള്ളാനും അല്ലെങ്കിൽ പാർട്ടിക്കാരനുമായിട്ടൊക്കെ നിൽക്കുന്ന ആരെങ്കിലും എത്രയോ പേരുണ്ട് തോറ്റുപോട്ടെ. അല്ല ഈ നിൽക്കുന്ന ആരെങ്കിലും ജയിക്കുമോ? ഈ നിൽക്കാൻ ആരെങ്കിലും ജയിക്കും. അപ്പോൾ തന്നെ പ്രേംകുമാർ, എനിക്ക് സത്യം പറഞ്ഞാൽ CPM-നോട് തോന്നിയ ഏറ്റവും വലിയ പുച്ഛമായിരുന്നു ഈ പ്രേംകുമാറിനെ സാഹിത്യ ചെയർപേഴ്സൺ. ഞാൻ അന്നും ചോദിച്ചിട്ട് ഇവരെയൊക്കെ എവിടുന്ന് വരുന്നത്, കാരണം ഇതൊക്കെ ഒരു അതിനെ ഇപ്പം എടുത്ത് അല്ല അതിനൊരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇയാളൊരു കൊമേഡിയനാണ് സിനിമയിൽ. അപ്പൊ നമ്മുടെ ആ പാർട്ടിയുടെ വലിയ നേതാവ് തീരുമാനമൊക്കെ എടുക്കുന്ന ആൾ തന്നെ ഒരു സ്റ്റാൻഡപ്പ് കൊമേഡിയനായിട്ട് മാറി. അല്ല അത് എനിക്കറിയത്തില്ല, അഭിപ്രായത്തോടെ എനിക്ക് യോജിപ്പില്ലായ്മയൊന്നുമില്ല. കൊമേഡി അല്ല, ഞാൻ ശരിക്കും പറഞ്ഞല്ലേ നമ്മൾ കളിയാക്കുമല്ലേ ഈ പ്രേംകുമാർ സിനു. നിങ്ങൾ ഈ പ്രേംകുമാർ എന്ന് പറയുന്ന ആൾക്ക് അല്ലെങ്കിൽ ആൾക്കാർ കാണുന്നത് എങ്ങനെ, ഇയാൾക്ക് ഇത് സിനിമയുണ്ടോ അല്ലെങ്കിൽ ഒരു സിനിമ നടനായിട്ട് കാണുന്നുണ്ട്. പറഞ്ഞ പോലെ അയാളെ CPM ആക്കിയെന്ന് പറഞ്ഞാൽ ആ CPM-ന്റെ ഗതി എന്നും അറിയത്തില്ല. അന്നില്ല എനിക്കൊന്ന് രഞ്ജിത്തിന്റെ വിഷയം വന്നപ്പോൾ തലവേദന വന്നപ്പം ആരെയും ചോദിച്ചപ്പോൾ ഇനി അതിനായിട്ടൊരു തീരുമാനം ഒന്നും എടുക്കുന്നത് ഇരിക്കുന്നിടത്തോളം ആരെങ്കിലും ഇരിക്കും. കമ്മിറ്റി ഉണ്ട്. ഈ കമ്മിറ്റിക്കകത്ത് രഞ്ജിത്ത് എങ്ങാണ്ട് പിടിച്ചു വെച്ചാൽ രഞ്ജിത്തിന് പിടിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നടത്താനും ചായ മേടിക്കാനൊക്കെ പറഞ്ഞു വിടുന്നവനായിരിക്കും. അന്നേരം ഇയാളെങ്ങാക്കി ഇയാളിപ്പം ഇത് കഴിഞ്ഞിട്ട് പഞ്ചായത്ത് മെമ്പർ കളിക്കാൻ പോകും. CPM-നകത്ത് ഈ പഞ്ചായത്ത് മെമ്പർ വലിയ കളി വല്ലതും നടക്കുമോ? വലിയ ജഗമുള്ളിയായ കളഞ്ഞ ഗൗരിയമ്മയെ കളഞ്ഞ പാർട്ടിയാണ്. ഞാൻ തമാശയല്ല, എം വി രാമനെ കളഞ്ഞ പാർട്ടിയാണ്. അന്നേരം ഇയാൾ അവിടെ ചെന്നിട്ട് കൂലിക്ക് കിടക്കുന്ന ഈ നമ്മുടെ ലെവറുണ്ടല്ലോ ഈ ആശാ വർക്കർമാർ, അവിടെ കൂലിയാ നമ്മുടെ നക്സൽ സാധനം ഉണ്ടല്ലോ ഒരു ലീല അസൂസിയെ. അവർക്ക് സത്യം നമ്മൾ എല്ലാം പറയുമ്പോൾ എല്ലാം പറയണം 80% അതിൻ്റെ യൂണിയൻ മൊത്തം CPM-ന്റെ കയ്യില്ല. അവരാരും സമരത്തിലില്ല. ഇത് വാർത്തകൾ ഉണ്ടാക്കാനും ആൾക്കാരെ കാണിക്കാനും തെറ്റിദ്ധരിപ്പിക്കാനും ഒക്കെയുള്ള സാധനം. അവിടെ ചെന്നിട്ട് ഇയാൾ പഞ്ചായത്ത് മെമ്പർ കളിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ചോദിക്കാനും പറയാനും പോലും ഇല്ല. അവിടെ ചെന്ന് കസേര നോക്കിയപ്പോൾ ഇവിടെ ഇല്ല, പഴയ കസേര. ഓഫീസ് ചെന്ന് കസേര നോക്കിയപ്പോൾ കസേര ഇല്ല. അപ്പോൾ ഇയാളിപ്പോൾ KC വേണുപോലായിട്ട് ചർച്ച നടത്തിയിരിക്കുക. KC വേണുപോലെ പറഞ്ഞിരിക്കുന്ന വാർത്തകൾ വരുന്നത് ശരിയെങ്കിൽ അർഹമായ പ്രാതിനിധ്യം തരും, നാളെ നേരിട്ട് കാണാം. മനസ്സിലായില്ലേ? KC വേണുപോൽ വേറൊരു കാര്യം കൂടെ പറഞ്ഞു, ഈ പ്രാവശ്യം UDF തോക്കുവാണെങ്കിൽ ഞാൻ വനവാസത്തിന് അല്ല അത് കൊണ്ടുപോകാനാണ്. അല്ല വനവാസത്തിന് ഇവരെല്ലാം കൂടെ പോകാൻ തീരുമാനിച്ചെന്ന് വിചാരിക്കണം അല്ലേ? അല്ല തോക്കുവാണെങ്കിൽ വനവാസം അവനെ മാറ്റി പറയാമല്ലോ, ഇവരെന്തെല്ലാം പറഞ്ഞിരിക്കുന്നു. കാരണം മാത്രമല്ല ഇയാൾ പ്രസംഗം എഴുതി കൊടുക്കുന്ന ആളാണല്ലോ ഇപ്പൊ ലോക്സഭയിൽ പ്രസംഗം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇയാൾക്ക് എന്തും പറയാം. മനസ്സിലായി? ഇയാളുടെ ഡയറക്ഷൻ ആണല്ലോ നമ്മുടെ ലോക്സഭ പ്രതിപക്ഷ നേതാവിന്റെ കാര്യങ്ങൾ. അത് കണ്ടിട്ടില്ലയോ? ഓരോ ദിവസവും പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നതും അല്ലെങ്കിൽ പരാജയം മനസ്സിലാക്കത്തില്ല. ചില പറയത്തില്ലേ, ചിലർക്ക് വല്ലതിൻ്റെ വാട അറിയത്തില്ല എന്ന് പറയുന്നോണക്കുള്ള ഐറ്റമാണ്. അപ്പോൾ ഇതിനകത്ത് എനിക്ക് തമാശ തോന്നുന്നത് കോൺഗ്രസിൻ്റെ ഗതികേട്. അതായത് അടുത്ത പ്രാവശ്യം കോൺഗ്രസ് അധികാരത്തിൽ വരത്തില്ലെന്ന് ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നത് ഈ പറയുന്ന കോൺഗ്രസ്സുകാർ തന്നെയാണ്. ഇനിയും വന്നാൽ തന്നെ അതിൻ്റെ
പ്രതിപക്ഷ നേതാവ് പറഞ്ഞ പോലെ ആ ജയം പരിശോധിക്കേണ്ടി വരും എന്നുള്ള രീതിയിലൊക്കെ കാര്യങ്ങൾ. അല്ല, ശരിക്കും പറഞ്ഞാലേ ഈ പറയുന്ന കോൺഗ്രസ്സിൽ ഒരുപാട് നേതാക്കളുണ്ട്. ഒരുപാട് യൂത്ത് കോൺഗ്രസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റ് പോഷക സംഘടനകളായിക്കോട്ടെ നേതാക്കളുണ്ട്. എന്തുകൊണ്ട് അവർക്കൊരു അവസരം നൽകുന്നില്ല? ഇപ്പോൾ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ UDF പോലും പ്രതീക്ഷിക്കാത്ത വിജയം എല്ലാ ജില്ലകളിൽ നിന്നും അവർക്കുണ്ടായി. ഈ വിജയം നേടിക്കഴിഞ്ഞപ്പോഴാണ് ഈ പാർട്ടിയെ നയിക്കുന്ന പ്രതിപക്ഷ നേതാവായിട്ടുള്ള VD സതീശൻ പറയുന്നത് ഈ വിജയം എങ്ങനെ നേടിയെന്ന് ഞങ്ങൾ പരിശോധിക്കുമെന്ന്. അങ്ങനെ പോലും ആത്മവിശ്വാസമുള്ള ഒരു ഇല്ലാത്ത പാർട്ടിക്ക് എങ്ങനെയാണ് ഇത്രയും വലിയ വിജയം നേടിയത്? നിലവിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന LDFനെതിരെ ഒരു വിരുദ്ധ വികാരം കഴിഞ്ഞ കുറേ കാലമായിട്ട് നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ ഒരു ഓപ്ഷൻ ഇല്ല അവർക്ക്. ഇവർക്കെതിരായിട്ട് ആർക്കെങ്കിലും വോട്ട് ചെയ്യണം, അതെന്തെങ്കിൽ UDFന് കുത്തിക്കോട്ടെ എന്നാണ്. അങ്ങനെ UDFലേക്ക് കുത്തുമ്പോൾ അവിടെ മത്സരിക്കാനായിട്ട് തയ്യാറായി നിൽക്കുന്ന ഒരുപാട് നേതാക്കളുണ്ട്. ഇപ്പോൾ ഈ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ഒരുപാട് നേതാക്കളെ നമുക്കറിയാമായിരുന്നു. അവരൊക്കെ ചിലരിപ്പോൾ ലോക്സഭയിലേക്കൊക്കെ മത്സരിച്ചു, ചിലർ പരാജയപ്പെട്ടു. ഇപ്പോൾ BJPയുടെ കൂടെ ഇന്നൊരു സന്ദീപ് വാര്യരുണ്ട്. സന്ദീപ് വാര്യർ എങ്ങോട്ടാണ് പോയത്? ഇതേ UDFിലേക്കല്ലേ പോയത്. ഈ സന്ദീപ് വാര്യർ എന്നിട്ട് UDFുകാർ കോൺഗ്രസ്സുകാർ മൈൻഡ് ചെയ്തില്ല. അതുകൊണ്ട് മിക്കപ്പോഴും എവിടെയാ മുസ്ലിം ലീഗിന്റെ തട്ടത്തിലാണ്. കാരണം മുസ്ലിം ലീഗ് തട്ടത്തിൽ ഇന്നേ പറ്റുള്ളൂ. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് പാലക്കാട് ജില്ലയിൽ എവിടെയെങ്കിലും പോയി മത്സരിച്ചാൽ BJPക്കാർ കൂട്ടമായിട്ട് വോട്ട് ചെയ്യും. ഇടതുപക്ഷത്തിന് ചെയ്തിട്ടാലും ഇയാളെ തോപ്പിക്കും, പേടിയുണ്ട്. അപ്പൊ സന്ദീപ് വാര്യർ ഒരു ജനകീയനായ ആളായിരുന്നു, അല്ലെങ്കിൽ ഈ പറഞ്ഞ ചാനൽ ചർച്ചയിൽ നിറഞ്ഞു നിൽക്കുന്ന മുഖമാണ്. സന്ദീപ് വാര്യരുടെ അവസ്ഥ ഇതാണ്. ഈ പ്രേംകുമാറിന്റെ കാര്യവും ശശിയുടെ കാര്യമൊക്കെ എടുത്താലോ, ശശി എന്ന് പറയുന്ന ആള് ഇപ്പുറത്തേക്ക് ചെന്നാൽ കൂടെ നിന്ന് ജയിക്കാൻ സാധ്യതയുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം അവിടെ മുമ്പ് M മുരളി എന്ന് പറയുന്ന ഷൊർണൂരിലെ നഗരസഭാ അധ്യക്ഷൻ ഉണ്ടായിരുന്നു. ഇതിനേക്കാൾ വലിയ പ്രശ്നമൊക്കെ ഉണ്ടാക്കിയതാണ്. പക്ഷേ അദ്ദേഹത്തിന് വലിയ ഓളമൊന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ പാർട്ടിക്ക് പുറത്തു പോകുന്ന MV രാഘവനോ ഗൗരിയമ്മയ്ക്കോ കഴിയാത്ത ഒന്നും തന്നെ ഇവർക്ക് സൃഷ്ടിച്ചെടുക്കാൻ പറ്റില്ല. സംസ്ഥാന തലത്തിൽ വലിയ സ്വീകാര്യതയുള്ള നേതാക്കളാണ്. അതുകൊണ്ട് തന്നെ ഈ കോൺഗ്രസ്സുകാർക്ക് സ്വന്തം പാർട്ടിയിൽ നിന്ന് ആളുകളെ മത്സരിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ജനങ്ങളുടെ മുമ്പിൽ അപഹാസ്യരാകും. ഈ പ്രേംകുമാറിനെ കൊണ്ട് നിർത്തുമ്പോൾ അവിടെയുള്ളവർ ചോദിക്കില്ലേ, നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു സ്ഥാനാർത്ഥിയില്ല, അവിടുത്തെ വാർഡിൽ ഇലക്ഷന് മത്സരിച്ച ഒരു സ്ഥാനാർത്ഥി കൊണ്ട് നിർത്ത്. ആ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിക്ക് വേണ്ടി വെള്ളം കോരി വളമിട്ട് നടക്കുന്ന എത്രയോ സാധാരണക്കാരുണ്ട്. ജീവിതം മുഴുവൻ ആ പാർട്ടിക്ക് വേണ്ടി സമർപ്പിച്ചവരുണ്ട്. അങ്ങനെയുള്ള ആളുകളെ പോലും അവതരിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇവർ കൃത്യമായിട്ട് ചെയ്യുന്നത് സീറ്റുകൾ വിൽക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ്. കാരണം കോൺഗ്രസിൻ്റെ പാരമ്പര്യം അതാണല്ലോ. തപ്പ് തന്നെ ഈ VD സതീശൻ്റെ യാത്രക്കിടയിൽ ഷാഫി പറമ്പിൽ ഒരു നേതാവിൻ്റെ കഴുത്തിൽ പിടിച്ച് തള്ളുന്നല്ലേ. എന്നിട്ടാണ് പറയുന്നത് ഇതൊക്കെ ഞങ്ങളുടെ ഞാൻ നോക്കിയപ്പം മുല്ലപ്പള്ളി രണ്ട് കാലം ഇങ്ങനെ ഇരിക്കുന്നത്. മുല്ലപ്പള്ളി വീണിട്ടായിരുന്നു. മുല്ലപ്പള്ളി കാലാണ് ഇതിനകത്ത് വൃത്തിയാണ്. മുല്ലപ്പള്ളി അതിൻ്റെ ഇടയ്ക്ക് കൂടെ എന്തോ ഈ കാണിക്കുന്നത് ചോദിക്കുന്നത് കണ്ട് ആ കഴുത്തിന് പിടിച്ചോണ്ട് പോകുന്ന ആള് പോകുന്ന പോക്കിൽ തന്നെ മുല്ലപ്പള്ളിയുടെ കാലിന്റെ മേളിരിക്കണവരുടെ ബോഡി എവിടെയായിരിക്കും. ഇതാണ് ആ പാർട്ടി. ആലോചിച്ച് നോക്കിയാൽ നമുക്ക് കഷ്ടം തോന്നുന്നു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണെന്നുകൊണ്ട് പുതിയ കഴുത്തെ പിടിച്ച് അവന് സംസാരിക്കാൻ വയ്യാണ് ഞെക്ക് കൊണ്ടിട്ട് കഴുത്തെ പിടിച്ച് എന്തായാലും ഇപ്പൊ അയ്യെന്നായിട്ടുണ്ട്. പക്ഷെ എന്തായാലും നമുക്ക് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയോട് ഒരു സ്നേഹവും ബഹുമാനവും ഒക്കെ ഉണ്ട് ഏതൊരു പക്ഷത്താണെങ്കിലും. പക്ഷെ സ്വന്തമായിട്ട് സ്ഥാനാർത്ഥികളെ ഇല്ലാത്ത രീതിയിൽ മറ്റു പാർട്ടികളിൽ നിന്ന് ഒരു പ്രേംകുമാറിനെ, ഒരു ശശിയോ, ഒരു സന്ദീപ് വാര്യരെയോ ഒക്കെ ചുമക്കേണ്ട ഗതികളിലേക്ക് ആ പാർട്ടി പോകരുത്. CPM എന്ന് പറയുന്ന പാർട്ടി അല്ലെ LDF എന്ന പാർട്ടി കേരളത്തിൽ വളരുമ്പോൾ ഒരു ശക്തമായ പ്രതിപക്ഷം വേണം. അല്ലെങ്കിൽ ആ ഭരണപക്ഷവും വളർച്ച ഈ പറയുന്ന ദുഷിച്ചു പോകാതിരിക്കണമെങ്കിൽ ശക്തമായ പ്രതിപക്ഷം വേണം. ഉള്ള ആളുകളെ വെച്ചുകൊണ്ട് ശക്തമായ പ്രതിപക്ഷമായിട്ട് നിൽക്കാൻ ഇനിയെങ്കിലും കോൺഗ്രസ് ശ്രമിച്ചില്ലെങ്കിൽ ആ പാർട്ടി ഇല്ലാതെയാകും. കോൺഗ്രസ് വിമുക്ത ഭാരതമാണ് BJPയുടെ അജണ്ട. അത് കേരളത്തിലൂടെ നടപ്പായി കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയുള്ളൂ, നേതാക്കൾ കൂട്ടത്തോടെ BJPയിലേക്ക് പോവുക അല്ലേ. ഇപ്പൊ പിണറായി വിജയനെ ജയിപ്പിക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ പരിശ്രമിക്കുന്നത് VD സതീശാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ ഒക്കെ പരാമർശം, അതുപോലെ തന്നെ അവിടെ നിന്ന് വരുന്ന ഈ പറഞ്ഞ പോലെ ആക്രികളൊക്കെ പെറുക്കി സഞ്ചിക്കകത്ത് വിട്ട് ആകപ്പാടെ ഇത് സഞ്ചി തന്നെ പോയി. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിട്ട് മൂന്നാമതും വരാനുള്ള സാധ്യതയിലേക്കാണ് VD സതീശൻ്റെ യാത്ര. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.